നമുക്കറിയാം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഒരുപാട് തടസ്സങ്ങൾ ഇപ്പോഴുണ്ട്. കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ, പാർലമെൻറ്റ് സമ്മേളനത്തിൽ അത് പാസ്സാക്കിയെടുക്കാൻ നടപടികൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിൽ ഫലവത്തായില്ല. ഇപ്പോൾ ഒരു പ്ലാൻ ബിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് NDA മുന്നണി എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതായത് NDA അധികാരത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്താൻ ആലോചന നടക്കുന്നതായാണ് ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനുള്ള നിയമനിർമ്മാണത്തിന് കേന്ദ്രം നേരത്തെ ആലോചന നടത്തിയിരുന്നുവെങ്കിലും കാലതാമസം ഉണ്ടായേക്കും എന്ന സൂചനകൾക്കിടയിലാണ് ഇത്തരത്തിൽ ഒരു ചർച്ച നടക്കുന്നത് എന്നാണ് വിവരം. കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ 22 ഇടങ്ങളിലാണ് ഇപ്പോൾ NDA സർക്കാർ അധികാരത്തിലുള്ളത്. അതിൽ ചില സംസ്ഥാനങ്ങളിൽ 2027 UP പോലുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. പഞ്ചാബിൽ 2027 അത്തരത്തിലുള്ള 11 സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനങ്ങളുമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും പുതിയ നീക്കമാണ്. മനു, ഇതിൻ്റെ വിവരങ്ങൾ എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ, NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പും എന്ന് പറയുമ്പോൾ അതൊരു നിർണായകമായ നീക്കമാകും. രഞ്ജിത്ത്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് NDA മുന്നോട്ട് വയ്ക്കുന്ന ഒരു നയമാണ്. കാരണം ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് പല ഘട്ടങ്ങളിലായി നടത്തുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക ചിലവ് അതൊരു പ്രധാന ഘടകമാണ്. അത് വലിയ തോതിൽ അതിന് പകുതിയോളം കുറയ്ക്കാൻ, അല്ലെങ്കിൽ അതിന് വലിയ തോതിൽ കുറയ്ക്കാൻ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി വഴി കഴിയും. മാത്രവുമല്ല, ഒരു സുസ്ഥിര ഭരണം എന്നത് വികസനത്തിൻ്റെ കാതലായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ മാറി മാറി ഇങ്ങനെ സർക്കാരുകളും തെരഞ്ഞെടുപ്പ് വർഷങ്ങളുമൊക്കെ വരുമ്പോൾ പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾ സർക്കാരുകൾക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിന് 5 വർഷം ആ ഒരു നയം, അവരുദ്ദേശിച്ച നയവും കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള ഒരു സമയം കിട്ടും. അതാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിനെതിരെയുള്ള വിമർശനങ്ങളുണ്ട്. അത് അപ്രായോഗികമാണ്, അല്ലെങ്കിൽ അത് സർക്കാരുകൾക്ക് 5 വർഷം അധികാരം കൊടുത്താൽ പിന്നീട് അവർക്ക് ഒരു ഏകാധിപത്യ സ്വഭാവം വരും. പിന്നെ തെരഞ്ഞെടുപ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പല നിയമങ്ങളും തീരുമാനങ്ങളും ഒക്കെ ജനങ്ങൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുമെന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഒരു വശത്തുണ്ട്. പക്ഷേ ഏതായാലും അതിലേക്ക് ഈ പാർലമെൻറ്റിൻ്റെ ഈ വർഷത്തെ വർഷകാല സമ്മേളനം കഴിഞ്ഞു. ഇനി ശീതകാല സമ്മേളനം വരാനിരിക്കുമ്പോൾ ശീതകാല സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു പരിശോധനയാണ് നടക്കുന്നത്. ഇപ്പോഴത് ഈ ബില്ല് സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് മുന്നിലാണ് ഉള്ളത്. BJP MP PP ചൗധരി നേതൃത്വം നൽകുന്ന സമിതിക്ക് മുന്നിലാണ് ഉള്ളത്. രാംനാഥ് കോവിന്ദ് കമ്മീഷൻ തയ്യാറാക്കിയ ഈ ബില്ലാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും അതിന് മറ്റു വിഭാഗങ്ങളുടെ കൂടി പിന്തുണ BJP ആരായും NDA മുന്നണി ആരായും ഒരുപക്ഷെ അത് പാർലമെൻറ്റിൽ ഇത് ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടിവരും. അങ്ങനെ അതുപോലെ ഈ യൂണിയൻ ടെറിട്ടറീസ് ആക്റ്റും ഒക്കെ ഭേദഗതി ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായി അതിനാവശ്യമായൊരു പിന്തുണ ലഭിക്കുമോ എന്നാണ് പരിശോധിക്കുന്നത്. അങ്ങനെ വന്നില്ലെങ്കിൽ ഒരു പ്ലാൻ ബി എന്ന തരത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള ആലോചനകളും മുറുകുന്നത്. ഇപ്പോൾ ഇന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീലിൻ്റെ നേതൃത്വത്തിൽ BJP നേതൃയോഗങ്ങൾ ഇന്നുണ്ടായി. ഇന്നലെ പുതിയതായി തെരഞ്ഞെടുത്ത നേതൃത്വം പ്രധാനമന്ത്രിയുമായി ദീർഘനേരം സംവദിക്കുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇത് BJP ഇനി തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ഉത്തർപ്രദേശിൽ, ഗുജറാത്തിലൊക്കെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി 2029 തെരഞ്ഞെടുപ്പ് അത് ഒരുമിച്ച് നടത്താൻ എന്തുവഴി, ഒരുപക്ഷെ ഈ ബില്ലിന് വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ഒരുമിച്ച് നടത്താൻ ഇങ്ങനെയൊരു വഴി അത് ആരായമോ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെയാണ് ആന്ധ്രാപ്രദേശും അരുണാചൽ പ്രദേശും സിക്കിമും ഒഡീഷയും അവരുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി നേരിട്ടത്. അപ്പോഴതും BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും എല്ലാം ചേർന്നാൽ ഒരുപക്ഷെ അത്രയും ചിലവ് ഇനി വരും കാലങ്ങളിൽ കുറയ്ക്കാൻ കഴിയും എന്ന ഒരു ചർച്ച. അമിത് ഷാ പങ്കെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിലാണ് NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയൊക്കെ ഇനി നമ്മൾ കാത്തിരുന്ന് കാണണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.